ശരി, ഇപ്പോൾ ശ്രീ വിനോദ് കൃഷ്ണ നമുക്കൊപ്പമുണ്ട്. ശ്രീ വിനോദ് കൃഷ്ണ, ഇതിപ്പോൾ അനന്തൻ സൂചിപ്പിച്ച പോലെ ഒരു കോൺഗ്രസ് നേതാവും ഒരു കേന്ദ്രമന്ത്രിയുടെ മകനും ഈ സംഭവത്തിൽ വന്നതുകൊണ്ടാണ് ഇത് വാർത്തയാവുന്നത്. അല്ലെങ്കിൽ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന സംഭവങ്ങളാണ്. എന്താണ് താങ്കൾക്ക് സംശയം തോന്നാൻ കാരണം? അതല്ല, ഒരു വാഹനം ഞാൻ ട്രാക്ക് സൈഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഒരാൾ വെച്ചെടുക്കുന്നത് ഞാൻ ഇത്രയും കാലത്ത് എൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഇത് ആദ്യമാണ്. അപ്പോൾ ഞാൻ ശാസ്ത്രമംഗലം ഭാഗത്തുനിന്ന് യു ടേൺ എടുക്കുകയായിരുന്നു. ആ യു ടേൺ എടുത്ത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇദ്ദേഹത്തിന് വണ്ടി കടന്നു പോകാനുള്ള സ്പീഡ് അതേ നല്ല സ്പീഡിനായിരിക്കാം. ആ സ്പീഡ് ലഭിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് നിനക്ക് ലൈസൻസ് എന്നത് ഒരാൾ വെച്ചെടുക്കുന്നു, ഒരാൾ എന്തൊക്കെ സംസാരിക്കുന്നു. അപ്പൊ ഞാൻ ആദ്യം കരുതുന്നത് എന്റെ വാഹനത്തിന്റെ ഡോർ എന്തെങ്കിലും ഓപ്പൺ ആയി ഇരുന്നിട്ടുണ്ട്, അതായിരിക്കും ചൂണ്ടിക്കാണിക്കുന്നത് പറഞ്ഞ് ഞാൻ എന്റെ ഗ്ലാസ് താഴ്ത്തി. അപ്പോഴാണ് നിനക്ക് ആരുടെ ലൈസൻസ് എന്നാൽ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുക, ട്രാക്ക് നോക്കി വണ്ടി ഓടിക്കുക എന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് ഞാൻ അയാളോട് തിരിച്ചും ട്രാക്ക് നോക്കി വണ്ടി ഓടിക്കുക. നമ്മുടെ നാട്ടിലറിയാം, സ്പീഡ് കൂടുതലാണെങ്കിൽ വലതുഭാഗം ചേർന്ന് പോവുക, സ്പീഡ് കുറവാണെങ്കിൽ ഇടത്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളാരും പാലിക്കാറില്ല. അങ്ങനെ പ്രശ്നമുണ്ടായോ? ഞാനല്ല, പക്ഷെ ഞാൻ എനിക്ക് തോന്നുന്നത് അയാൾക്ക് ഞാൻ യു ടേൺ എടുക്കുന്ന സമയത്ത് അയാൾ സ്പീഡിന് ശാസ്ത്രമാനം ഭാഗത്ത് വന്നിരിക്കാം. അത് രാത്രി ആവുമ്പോൾ വണ്ടികളൊക്കെ തിരിച്ചറിയാൻ പറ്റില്ല, ലൈറ്റ് ഉള്ളതുകൊണ്ട്. ആ സമയത്താണ് എനിക്ക് തോന്നുന്നത് അയാൾ ഈ ട്രാക്ക് മാറ്റി ഓടിക്കാനൊക്കെ പറയുന്നതിന്റെ ആ ഒരു കാരണം. ഞാൻ യു ടേൺ എടുക്കുകയായിരുന്നു. അപ്പോൾ യു ടേൺ എടുക്കുമ്പോൾ മറ്റു വാഹനങ്ങളൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ യു ടേൺ എടുക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന് ആ വന്ന സ്പീഡ് ആ രാത്രി ഒരു 10 വരെ കഴിഞ്ഞാൽ ആ റോഡിലേക്ക് വളരെ സ്പീഡിലാണ് എല്ലാവരും വാഹനം ഓടിക്കുന്നത്. അപ്പൊ അതിൻ്റെതാകാം. ഞാൻ പക്ഷേ ട്രാക്ക് സെക്കൻഡിലാണ് ഞാൻ പോയത്, സ്പീഡ് കുറഞ്ഞ ട്രാക്കിൽ കൂടെയാണ് പോയത്. ഇയാൾ ട്രാക്ക് 1 സ്പീഡുള്ള ട്രാക്കിലാണ് പോകുന്നത്. അപ്പൊ അതിൽ കൂടെയാണ് എന്നോട് ഒച്ച എടുക്കുന്നത്. എന്റെ വണ്ടി വളരെ സ്പീഡ് കുറവാകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് എന്റെ വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് നീ പോലീസ് വന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് വണ്ടി ട്രാക്കിൽ എന്റെ വണ്ടി ചേർത്തെടുത്തു. ആ സമയത്ത് ഞാൻ ചവിട്ടി നിർത്തി കൊടുത്തു. ശരി ശരി ശരി, വളരെ നന്ദി ശ്രീ വിനോദ് കൃഷ്ണ പ്രതികരണം അറിയിച്ചതിന്. ഇത് ട്രാക്ക് മാറി അദ്ദേഹം ഇടതുഭാഗത്തൂടെയാണ് വരുന്നത്. യു ടേൺ എടുക്കുന്ന സമയത്ത് വലത്തേക്ക് ചെരിഞ്ഞപ്പോൾ പുറകിൽ നിന്ന്, ഞാൻ പറഞ്ഞു കേട്ടതെന്ന് മനസ്സിലാകുന്നത് അങ്ങനെയാണ്, പുറകിൽ നിന്ന് ഗൂഗിൾ മാധവ് അല്പം വേഗത്തിലായിരിക്കും വന്നിട്ടുണ്ടാകും. അപ്പോൾ ട്രാക്ക് നോക്കി കൂടെ എന്ന് അങ്ങനെ ഒരു തർക്കമൊക്കെ ആയി. ഇതിപ്പോൾ പറഞ്ഞ പോലെ, അനന്ത് സൂചിപ്പിച്ച പോലെ, കേന്ദ്രമന്ത്രിയുടെ മകനും കോൺഗ്രസ് നേതാവുമാണ്, രണ്ട് ഭാഗത്ത് വന്നതുകൊണ്ടാണ് വാർത്തയായത്. പിന്നീട് പോലീസ് കാര്യങ്ങൾ രമ്യതയിൽ എത്തിച്ചു എന്നാണ് അറിയുന്നത്. ശരി.